പശ്ചിമ ബംഗാൾ നിയമസഭയിൽ 2/3 ഭൂരിപക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് ബി അടുക്കണമെങ്കിൽ ഒരു പ്രദേശം അവർക്ക് വിട്ടുതരാനാവാത്തതാണ്. അതാണ് വടക്കൻ ബംഗാൾ. 54 നിയമസഭാ സീറ്റുകൾ. പശ്ചിമ ബംഗാളിന്റെ അധികാരം ആര് പിടിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഈ മേഖലയ്ക്കുള്ള പങ്ക് നിർണായകമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തങ്ങളുടെ ശക്തി കേന്ദ്രമായി മാറിയ വടക്കൻ ബംഗാളിൽ ഇപ്പോൾ അഗ്രസീവായ ഒരു പുതിയ തന്ത്രവുമായി ബി കളം നിറയുകയാണ്. തൃണമൂലിന്റെ കോട്ടകളെ തകർക്കാൻ ബി ഒരുക്കുന്ന മിഷൻ 54 എന്താണെന്ന് നമുക്ക് നോക്കാം. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം എപ്പോഴും കൊൽക്കത്തയെ കേന്ദ്രീകരിച്ചാണോ കറങ്ങുന്നത്? അല്ല എന്നാണ് സമീപകാല ചരിത്രം പറയുന്നത്. ബംഗാളിന്റെ അധികാരം കൊൽക്കത്തയിലെ റൈറ്റേഴ്സ് ബിൽഡിംഗിലോ നബന്നയിലോ എത്തണമെങ്കിൽ വടക്കൻ ബംഗാളിന്റെ മനസ്സറിയണം. സിലിഗുരി മുതൽ കൂച്ച് ബെഹാർ വരെ നീളുന്ന 54 നിയമസഭാ സീറ്റുകൾ. ചരിത്രപരമായി കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും സ്വാധീനമുണ്ടായിരുന്ന വടക്കൻ ബംഗാൾ മമതാ ബാനർജിയുടെ തൃണമൂൽ തരംഗത്തിലും ഒരു പരിധിവരെ അകന്നു തന്നെ നിന്നു. എന്നാൽ 2019 മുതൽ ചിത്രം മാറി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 8-ൽ 7 സീറ്റും നേടി ബി ഞെട്ടിച്ചു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം മുഴുവൻ തൃണമൂൽ തൂത്തുവാരിയപ്പോഴും വടക്കൻ ബംഗാളിലെ 54-ൽ 30 സീറ്റുകൾ ബി പിടിച്ചെടുത്തു. ഏറ്റവും ഒടുവിൽ 2024 കൂച്ച് ബെഹാർ നഷ്ടമായെങ്കിലും 6 ലോക്സഭാ സീറ്റുകൾ നിലനിർത്തി ബി തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. ഈ അടിത്തറയിൽ നിന്നാണ് 2026ലേക്ക് ബി ലക്ഷ്യം വെക്കുന്നത്. സമീപകാലത്ത് സിലിഗുരിയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ബി പുതിയ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപമായത്. ബി ദേശീയ സംഘടനാ സെക്രട്ടറി സുനിൽ ബൻസാൽ, കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ യോഗം വടക്കൻ ബംഗാളിനായി ഒരു പ്രത്യേക വികസന രൂപരേഖ തയ്യാറാക്കിയിരിക്കുകയാണ്. പുതിയ വടക്കൻ ബംഗാൾ എന്ന മുദ്രാവാക്യവുമായാണ് ബി ഇനി വോട്ടർമാരിലേക്ക് എത്തുന്നത്. എന്താണ് ബി വടക്കൻ ബംഗാളിലെ ജനങ്ങളോട് പറയുന്നതെന്ന് നോക്കാം. അത് കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് വടക്കൻ ബംഗാളിലെ ജനങ്ങൾ നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങളാണ് ബി ആയുധമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവഗണന എന്ന വികാരമാണ്. തെക്കൻ ബംഗാളിനെ അപേക്ഷിച്ച് വടക്കൻ ബംഗാളിന് സംസ്ഥാന വിഹിതത്തിന്റെ വെറും 0.002% മാത്രമാണ് ലഭിക്കുന്നതെന്നാണ് ബി പ്രധാന ആരോപണം. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും ദുരിതമനുഭവിക്കുന്നവർക്കായി അനുവദിച്ച 5899 കോടി രൂപയുടെ ഫണ്ട് തൃണമൂൽ സർക്കാർ അട്ടിമറിച്ചതായി ബി ആരോപിക്കുന്നു. ഈ മേഖലയിലെ ലക്ഷക്കണക്കിന് തേയിലത്തോട്ടം തൊഴിലാളികളുടെ തൊഴിൽ പരിഷ്കാരങ്ങളും കൂലിയും സംബന്ധിച്ച ആശങ്കകൾ തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും. ബാഗ്ഡോഗ്ര വിമാനത്താവള വികസനത്തിലെ തടസ്സങ്ങളും ഹർഘർ ജൽ പദ്ധതിയുടെ പരാജയവും പാർട്ടി ജനങ്ങളിലെത്തിക്കും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് ശൃംഖലകൾക്ക് ഭരണകൂടം പിന്തുണ നൽകുന്നുവെന്ന ഗുരുതര ആരോപണവും ബി ഉയർത്തുന്നു. 2009 മുതൽ ബി കൈവിടാത്ത മണ്ഡലമാണ് ഡാർജിലിംഗ്. ജസ്വന്ത് സിംഗും SS അലുവാലിയയും രാജു ബിസ്തയും ഇവിടെ വിജയക്കൊടി പാറിച്ചു. ഗോത്രവർഗക്കാരും ന്യൂനപക്ഷ വിഭാഗങ്ങളും അധിവസിക്കുന്ന ഈ മേഖലയിൽ താഴെത്തട്ടിൽ ബന്ധമുണ്ടാക്കാൻ വീടാന്തരമുള്ള പ്രചാരണം ബി ശക്തമാക്കുകയാണ്. വടക്കൻ ബംഗാളിനെ വഞ്ചിച്ച തൃണമൂൽ എന്ന ആഖ്യാനമാണ് ഓരോ വീട്ടിലും എത്തിക്കാൻ പാർട്ടി ലക്ഷ്യമിടുന്നത്. ബി ഈ കരുനീക്കങ്ങൾക്ക് തൃണമൂൽ എങ്ങനെ മറുപടി നൽകും എന്നത് നിർണായകമാണ്. നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ മമതാ ബാനർജി നേരിട്ടാണ് വടക്കൻ ബംഗാളിനെ നയിക്കുന്നത്. ഉത്തർ ബംഗാൾ ഉത്സവ് പോലുള്ള പരിപാടികളിലൂടെയും പുതിയ വികസന പാക്കേജുകളിലൂടെയും ജനങ്ങളെ സ്വാധീനിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമങ്ങൾ ഊർജിതമാക്കി. പക്ഷേ വടക്കൻ ബംഗാളിലെ വോട്ടർമാർ തങ്ങളെ അവഗണിച്ചവരോടൊപ്പമാണോ അതോ മാറ്റം വാഗ്ദാനം ചെയ്യുന്നവരോടൊപ്പമാണോ നിൽക്കുക? പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ പോരാട്ടം ഇപ്പോൾ ഹിമാലയത്തിന്റെ താഴ്വരകളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സമാധാനപരമായ നയതന്ത്ര നീക്കങ്ങൾക്കാണോ അതോ രാഷ്ട്രീയ അക്രമങ്ങൾക്കാണോ ഈ മണ്ണ് സാക്ഷ്യം വഹിക്കുക എന്നതിനുള്ള ഉത്തരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകും.